ദശകം 14 ശ്ലോക 9. നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാം അതദേവ ദേവഹൂത്യാം കപിലഹത്വം അജായതാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജ തൻ്റെ ഭർത്താവിൻ്റെ ഗിര വാക്കുകളാകുന്ന ഉപദേശത്തെ ഭവൻ ഭഗവാനെ നിഷേവ ഭജനത്തിൽ നിരതായ മുഴുകിക്കഴിയുന്ന അഥ അനന്തരം ദേവ ഭഗവാനെ ദേവഹൂതി കപിലക കപിലമുനിയായിട്ട് ത്വം അല്ലയോ ഭഗവാനെ അജായത അവതരിക്കുകയും ജനാനാം ജനങ്ങൾക്ക് പ്രഥയിഷ്യൻ പ്രകാശിപ്പിക്കാനായിട്ട് പരമാത്മാ ഉത്തമമായ തത്വവിദ്യ ആത്മവിദ്യയെ. അപ്പോൾ ഈ ദശകത്തിൽ കപിലാവതാരത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ദേവഹൂതിയുടെ ഭർത്താവിൻ്റെ ആ ഒരു ഉപദേശപ്രകാരം ഭഗവാന്റെ ആ ഭജനത്തിൽ മുഴുകി കഴിയുകയും അനന്തരം ഭഗവാൻ തന്നെ ആ ദേവഹൂതിയുടെ മകനായിട്ട് കപിലമുനിയായിട്ട് അവതരിക്കുകയും ഈ അവതാരം ജനങ്ങൾക്ക് ആത്മവിദ്യയെ ഉത്തമമായ ആത്മവിദ്യയെ പ്രകാശിപ്പിക്കാനായിട്ട് അവതാരം ചെയ്യുന്നതായിട്ട് ഭഗവാൻ ആ ദേവഹൂതിയോട് ഒരു മുൻകൂട്ടി പറയുകയും അങ്ങനെ കപിലമുനിയുടെ അവതാരം ഉണ്ടാവുകയും ചെയ്യുന്നു. നിജഭർതൃഗിരാഭവിന്നിഷേവാ നിരതായാമതദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. താങ്ക് യു.